വലിയ ഒരു സസ്പെൻസ് ആയിരുന്നു. എല്ലാവർക്കും ഡൗട്ട് അടിച്ച് ബിഗ് ബോസ് ഇതെന്താ കാണിക്കുന്നത്, ഇതെന്ത് സംഭവിക്കും എന്നുള്ള ഒരു ആകാംക്ഷക്കൊടുവിൽ എല്ലാരെയും സന്തോഷവാന്മാരും സന്തോഷവതികളുമാക്കി ബിഗ് ബോസ്. നമസ്കാരം, ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. ഇന്ന് ബിഗ് ബോസിലേക്ക് ഇന്ന് പല സംഭവങ്ങളും നടന്ന ദിവസമാണ്. പക്ഷെ അതിനൊക്കെ ഒരു പരിസമാപ്തി ബിഗ് ബോസ് മനസാക്ഷി ഉള്ളവനാണ് ഇന്ന് കണ്ടസ്റ്റൻസിനെല്ലാം കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, പ്രധാന സംഭവം ഇന്നത്തെ അറിയാമല്ലോ. ഇന്നത്തെ നമ്മുടെ നെവിന്റെ ഒരു പോക്ക് കുറച്ചു പേർക്കെങ്കിലും ഇത് വിഷമുണ്ടാക്കിയിട്ടുണ്ട്. അത് ആദില നൂറയാണ് കാരണക്കാരി. നൂറയ്ക്ക് ഉണ്ടായ നൂറയും ആദിലയും കൂടെ അവരുടെ ബന്ധത്തിൽ വേർപെടുത്തും എന്ന ഒരു രഹസ്യം നൂറോട് പറഞ്ഞിരുന്നു. നിങ്ങളെ എങ്ങനെ വേർപെടുത്തും, എന്റെ പണി ഇതാ എന്നൊക്കെ പറഞ്ഞു. തമാശക്ക് പറഞ്ഞാണോ സീരിയസ് ആണോ ഒന്നും അറിയത്തില്ല. ഏതായാലും ഒരു ആ കാശിന് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എന്തിന് ഈ നെവിൻ പുറത്തുപോയി. കുറച്ചുകൂടെ അതിനകത്തൊരു എന്റർടൈൻമെന്റ് നിന്ന് പോയേനെ. അതിനകത്ത് ഈ എന്റർടൈൻമെന്റ് ചെയ്യുന്നത് അക്ബറും നെവിനും മാത്രമേ ഉള്ളൂ. രേണുസുതിയൊക്കെ ചുമ്മാ വെറുതെ കുറെ എണ്ണങ്ങൾ അതിനകത്ത് നിൽക്കുകയാണ് ഇപ്പോൾ എത്തിയ. അതുപോലെ തന്നെ അനീഷൊക്കെ എങ്ങോട്ട് പോയി? അനീഷിന്റെ നാവന്തി. അനീഷ് സൈലന്റ് ആയിട്ട് ഇന്ന് കളിക്കാനുള്ള ശ്രമം. ബിഗ് ബോസ് ലാലേട്ടനൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അനീഷൊന്നും അനങ്ങുന്നില്ല, തുറക്കുന്നില്ല. തുറന്നാ അവിടെ സംസാരമായിരിക്കും. അതുകൊണ്ടായിരിക്കും കുറച്ച് നല്ലവനായിട്ട് വന്നിട്ട് കളിക്കാനുള്ള ഒരു തന്ത്രമാണോ എന്ന് പറയാൻ പറ്റത്തില്ല. അവിടുത്തെ ഗ്രൂപ്പ് കളി ഉണ്ടല്ലോ, ഒനിയില് അക്ബർ, ശരത്ത്, റന ഫാത്തിമ, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ പുതിയതായിട്ട് ഫോം ചെയ്യുകയാണ്. ജിസേലിൽ നിന്ന് ചിലരൊക്കെ വിട്ടു. ജിസേലിനെ മാത്രം സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിക്കാണും. എല്ലാവരും തന്ത്രങ്ങൾ, ഇത് ഇന്നത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നാലും തന്ത്രങ്ങളായിട്ട് ഇതിനകത്ത് വരുന്നു. അത് അവരുടെ കുഴപ്പമല്ല, അതിന്റെ ഒരു ഭാഗമാണ്. എന്തായാലും ശരി, ബിഗ് ബോസിൽ ഇന്ന് നടന്ന എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു പണിപ്പുരയിൽ പോകണ്ടേ. പണിപ്പുര ആർക്കും ഒരു എനർജി ഇല്ല, എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കുക. പണിപ്പുര എന്ന് കേട്ടപ്പോഴേ എല്ലാവരും അവരുടെ ഫ്യൂസ് പോയി. പണിപ്പുര എന്ന് പറഞ്ഞപ്പോൾ ആരും അനങ്ങുന്നില്ല. അപ്പൊ ചോദിച്ചു എന്താ എല്ലാവരും അനങ്ങാതിരിക്കുന്നേ. അപ്പൊ ഈ ബിഗ് ബോസിന് തോന്നിക്കാണ് ഇവർക്കൊക്കെ ഇന്നൊരു കുറേ ദിവസം കൊണ്ട് കുറേ സാഡ്നെസ് ആണല്ലോ, അപ്പൊ കുറച്ച് നല്ല ഇത് കൊടുക്കാം, സന്തോഷം കൊടുക്കാം എന്ന് ബിഗ് ബോസ് ഒരുപക്ഷെ കരുതി കാണും. ഇത് പറയുന്നു നമുക്ക് പണിപ്പുരയിലേക്ക് പോകാം, നിങ്ങൾക്ക് ഇന്ന് അൺലിമിറ്റഡ് ടൈമാന്ന് പറയുന്നു. എന്തും എടുക്കാം, അൺലിമിറ്റഡ് ഫുഡ്, വസ്ത്രങ്ങൾ, നിങ്ങളുടെ എന്ത് സാധനം, കോസ്മെറ്റിക്സ് എല്ലാം എടുക്കാം, അൺലിമിറ്റഡ് ടൈം എന്ന് പറഞ്ഞു. ആരും അനക്കമില്ല. കാര്യം ബിഗ് ബോസ് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് പണി കൊടുക്കും. 7ന്റെ പണി 8ന്റെ പണിയെ കൊടുക്കുന്നതല്ലേ. അപ്പം പറഞ്ഞു വേണ്ട ബിഗ് ബോസ്, ഒന്നും വേണ്ട, ഞങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് ആഹാരമൊക്കെ മതി. 10 സെക്കൻഡും 15 സെക്കൻഡും പോയിന്റ്. അതെനിക്കൊരു പറഞ്ഞു. ബിഗ് ബോസ് പറഞ്ഞു അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ടൈമാണ് ഇന്ന് തരുന്നത്, എന്ത് വേണേലും എടുക്കാം, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, പലരും പറഞ്ഞു ഇങ്ങോട്ടിറങ്ങുമ്പോൾ ഇത്ര രൂപയുടെ സാധനം എടുത്തു, ഇനി ഇത്ര പോയിന്റ് വേണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയില്ല, ആര്യനൊക്കെ പറയുന്നു. ഇതൊക്കെ ഭയങ്കര ക്ഷീണമുണ്ട്. ഈ രാത്രി പകൽ ഇത്രയും സമയം, പകലൊന്നും റെസ്റ്റ് എന്ന് പറഞ്ഞാലും അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല. പകൽ ഉറങ്ങുന്ന അവിടെ നിയമവിരുദ്ധമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളപ്പം ഇവര് പറയുന്നത് ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയതല്ല, ഇന്നെങ്കിലും ഉറങ്ങണം, ഞങ്ങൾ ഹ്യൂമൻ ബീയിങ് ആണ്, അങ്ങനെ ഇങ്ങനെ ബിഗ് ബോസ് മനസാക്ഷി ഇല്ലാതെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ആര്യനാണ് അവിടെ ശബ്ദം ഉയർത്തുന്നത്. ആര്യൻ പുതിയ പുതിയ ഗെയിം കളിക്കുകയാണെന്ന് ചില വാചകങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവും. അപ്പൊ പറഞ്ഞു, ജിസേലെടുത്ത് പറഞ്ഞു, ഞാൻ വരുന്നില്ല, നീ പോവാണെങ്കിൽ എന്റെ മുണ്ട് ഷർട്ടും എടുത്തു തന്നാൽ മതി, അല്ലെങ്കിൽ ഞാനിതോടെ ഈ ചെരുപ്പ് കൊണ്ടൊക്കെ 100 ദിവസം ഇട്ടോളാം, എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ ആര്യൻ ഇതിന് പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. മറ്റുള്ളവർ പറയുന്നു നിങ്ങൾ എന്തായാലും പോകണം, ബിഗ് ബോസ് പറഞ്ഞതല്ലേ എന്ന് പറയുന്നു. അന്നേരം ബിഗ് ബോസ് പറയുന്നു ഞാൻ നിങ്ങളെ ഒത്തിരി ബുദ്ധിമുട്ടിച്ചു കാണും, മനസാക്ഷി ഇല്ലാത്തവരൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ബിഗ് ബോസ് ഇവരെയൊക്കെ ഒന്ന് സോപ്പിട്ട് ഒരു സന്തോഷം കൊടുത്തു. അതെന്ന് പറഞ്ഞ് എല്ലാവരും മഞ്ഞ ലൈനിൽ വന്ന് നിൽക്കുക. അവിടെ നിന്ന് ഭയങ്കര ബഹളമാണ്, എല്ലാവരും ഇങ്ങനെ ഇരിക്കുക. ഇനി നേരം വിളിക്കുമ്പോൾ ഇരുത്തുമെന്ന് അറിയത്തില്ല. ഇപ്പൊ കയറ്റുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ വന്ന് പിന്നെ ഷട്ടർ പൊക്കി അകത്ത് കയറിയിരിക്കുന്നു. പണിപ്പര വരെ തുറന്നല്ലേ കയറാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ സാധനങ്ങളാ അവിടെ കയറുമ്പോ ഇനി ഒന്നും ഇല്ലയോ.
പിന്നെ ചിലരുടെ സംശയം ഇതിനകത്ത് ഇനി നെവിനെ കയറ്റി ഇരുത്തിക്കൊണ്ട് അകത്തോട്ടേക്ക് ഒരു എൻട്രി വരുമോ എന്നൊക്കെ സംശയിച്ചു. പലർക്കും പല സംശയങ്ങളാണ്. പബ്ലിക്കിൽ ഇന്ന് ഒരു റീ എൻട്രി നെവിന്റെ കൊടുത്താൽ എന്താണ് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ചർച്ച വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ പലർക്കും പലരുടെ മനസ്സിൽ വന്നു, ഇതെന്താ സംഭവിക്കുന്നുള്ളത്. അപ്പൊ പറഞ്ഞു, പിന്നെ ഈ ആര്യം പറയുന്നുണ്ട് പറ്റിച്ച ഇനി ആര്യം മാത്രമേ അവിടെ സൗണ്ട് എടുക്കുന്നുള്ളൂ. ഷാനവാസൊക്കെ എന്ത് ചെയ്യുന്നു എനിക്കറിയത്തില്ല. മനീഷൊക്കെ പുറകെ നിൽക്കുക. പറ്റിച്ച ഇനി പണിപ്പുരയിലേക്ക് ഞാൻ ഈ കേരളത്തെ ഇല്ല ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ പിന്നെ വേറെ വരുന്ന കാര്യങ്ങളോ വിളിച്ചൊക്കെ പറയും. അപ്പൊ അനുസരിച്ച് ഇത് തന്നെ ഒന്നും മനസ്സിൽ വെക്കത്തില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യമാണ് എല്ലാവരോടും ദേഷ്യം കാണിക്കുക. അതൊക്കെ കുറെയൊക്കെ ഗുണം ചെയ്യുന്നതിനപ്പുറം ദോഷം ചെയ്യും. എന്തായാലും ശരി, മഞ്ഞ ലൈനിന്റെ അവിടെ നിന്ന് കയറി എൻട്രി കൊടുത്തു കഴിഞ്ഞപ്പോ ഇവർക്ക് പെറുക്കിയിട്ടും അതിനകത്ത് അങ്ങ് കലബലാന്ന് ബഹളം അല്ല എന്തോ ചാകര കണ്ട പ്രതീതിയായി പോയി ബിഗ് ബോസിനകത്ത്. എല്ലാരും കൂടി ഇടിച്ച് കയറി സാധനങ്ങൾ വലിച്ചെറിയാൻ. ഇനി ബിഗ് ബോസ് പറഞ്ഞ അൺലിമിറ്റഡ് ടൈം പറഞ്ഞു. ആരും ഇടയ്ക്ക് പറയുന്നുണ്ട് അൺലിമിറ്റഡ് ടൈമാണ്, നിങ്ങൾ എന്തിനാ കിടന്നിരിക്കുന്നത്? സാധനങ്ങളൊക്കെ വലിച്ച് വെളിയിലോട്ട് എറിയുന്ന കണ്ടപ്പോ ബിഗ് ബോസ് പറഞ്ഞു, ഇതിനകത്തില് നിങ്ങളുടെ ഫുഡും നിങ്ങളുടെ വസ്ത്രങ്ങളും ഒക്കെയാണ്, നിങ്ങൾ എന്തിനാ വലിച്ചെറിയുന്നത്? ഇതൊക്കെ പൊട്ടിപ്പോകില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ആരാണ്ട് പറയുന്നു, ആരുടെയാണ് പിന്നെ പെർഫ്യൂം ഒക്കെ പൊട്ടിപ്പോയി വലിച്ചെറിഞ്ഞു. പ്രാളം കൊണ്ട് ഇത് ചെയ്താണ്, വലിച്ചെറിയരുത്. ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, നിങ്ങൾ വലിച്ചെറിയരുത്. നിങ്ങൾക്ക് ഒരു കാരണവശാലും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, നിങ്ങൾ സന്തോഷമായിട്ട് സാധനം എല്ലാം നോക്കിയെടുക്കുക. അപ്പൊ ഈ ചില ഷെൽഫൊക്കെ തുറക്കുന്നതൊക്കെ അവരുടെ കൺട്രോളാന്ന് തോന്നുന്നു. ബിഗ് ബോസ് ഒന്നുകൂടെ തുറക്കാൻ പറഞ്ഞു, വീണ്ടും തുറക്കുന്നു. പിന്നെ വേറെ ചില സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് ബിഗ് ബോസ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എന്തിന്? എല്ലാരും കൂടെ വാരിക്കെട്ടി വെളിയിലോട്ടിട്ട് എന്നിട്ട് പറയുന്നു ഈ സാധനം. അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഡൗട്ട്. പിന്നെ ബിഗ് ബോസ് എനിക്ക് അടുത്ത പണി എന്തെങ്കിലും തരുമോ? ഇന്നലത്തെ പോയിന്റ് എല്ലാം കൊടുക്കത്തില്ല. ഇന്നലത്തെ ചെറിയ കട്ടിപ്പണിയാ, രാത്രി മൊത്തം ടാസ്ക്. അതിനകത്തില് അനീഷും ഒക്കെ തളർന്നു പോയി. അനീഷൊക്കെ നല്ല ഗെയിമറാണ്, പോലും തളർന്നു പോയി. എന്തായാലും ശരി, വളരെ സന്തോഷത്തോടെ എല്ലാരും വീട്ടിനുള്ളിലേക്ക് പോകാൻ പറഞ്ഞു. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. ദൈവം തമ്പരാനും ബിഗ് ബോസിനും അറിയാം. അടുത്ത അപ്ഡേറ്റിൽ കാണാം. നന്ദി, നമസ്കാരം.